ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യനെ അഭിനയാണ്. അങ്ങനെ നവ്യ ആ ഒരു സ്വർണ്ണ മോതിരം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്. നീ പറയുമായിരുന്നല്ലോ വിവാഹത്തിന് മുമ്പ് ഒരു ഡയമണ്ട് മോതിരമൊക്കെ മേടിച്ചു തന്ന കഥ. എന്നാ പിന്നെ ആ പരാതി നിർത്തിക്കോ. അപ്പം പരാതി തീർക്കാനാണോ നീ ഇത് മേടിച്ചോണ്ട് വരുന്നത്? അത് പിന്നെ ഇത് രണ്ടാമത്തെ തവണയാ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. വെറും കൈയോടുകൂടിയല്ലല്ലോ വരുന്നത്. ഞാൻ നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. അത് പിന്നെ സത്യം പറയാലോ, പൊന്നിനോടും പണത്തിനോടും ഒക്കെ ആർത്തി ഉണ്ടായിരുന്ന നമ്മെ മരിച്ചു കഴിഞ്ഞു. ഇപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവ് തന്നെ എൻ്റെ സന്തോഷം. നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത്. നിന്റെ ഈ സന്തോഷം എനിക്ക് കണ്ടാൽ മതി. ഈ സമയത്ത് നിന്റെ ആരോഗ്യമാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് ഡോക്ടർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാ. അതെ, ഇതൊക്കെ നിനക്ക് നേരത്തെ ആവായിരുന്നല്ലോ. എൻ്റെ നവ്യെ, നീ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം നിന്റെ നഷ്ടം എനിക്ക് മനസ്സിലാവുന്നത്. നീ ഇല്ലാത്ത ആ ഒരു കുറവ് സത്യമായിട്ടും എനിക്ക് അവിടെയുണ്ട്. സംശയിക്കേണ്ട, നമ്മൾ തമ്മിൽ ഏത് നേരവും വഴക്കായിരുന്നെങ്കിലും അതിനൊരു സുഖമുണ്ടെന്ന് മനസ്സിലായത് നീ പോയതിനു ശേഷമാണ്. ആദ്യമൊക്കെ മുറിക്കകത്ത് കയറുമ്പോഴേ നീ അവിടെ നിന്ന് പോയെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ലായിരുന്നു. ഉണ്ടെന്ന് തോന്നും. പിന്നെ പിന്നെ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെടുമ്പം ഒരു ഒറ്റപ്പെടൽ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി അതിനൊക്കെ മാറ്റം വരണമെങ്കിലേ നീ അങ്ങോട്ടേക്ക് തിരിച്ചു വരണം. ഒറ്റയ്ക്കല്ല, നമ്മുടെ കുഞ്ഞുമായിട്ട്. അത് ശരിയാ. ഇനി തിരിച്ചു വരാൻ പോകുമ്പം കൂടെ നമ്മുടെ കുഞ്ഞും കാണൂല്ലോ. അപ്പം മുറിക്കകത്ത് ആകെ ഒരു ബഹളമായിരിക്കും. അതെ അതെ, അത് ശരിയാ. പിന്നെ നിങ്ങൾ രണ്ടാളും അവിടെ നിന്ന് പോയി കഴിയുമ്പം അതുമായിട്ട് പൊരുത്തപ്പെടാത്ത ഒരു അവസ്ഥയാവും എനിക്കും. ഇതൊക്കെ നിന്റെ മനസ്സിൽ തട്ടി പറയുന്നതാണോ അഭി? അല്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നിയാലും എനിക്കൊന്നുമില്ല. അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയാ. ഇനിയിപ്പം ദേ കുഞ്ഞുണ്ടാകുന്നത് വരെ നിത്യേന ഞാൻ ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ടുണ്ടെ പിന്നെ ഞാൻ നിന്നെ ഇവിടെ നിർത്തില്ല. തൊട്ടടുത്ത ദിവസം തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അല്ല, നീ എന്നെ സ്നേഹിക്കുമ്പം ഇവിടെ നിൽക്കുന്നേക്കാളും എനിക്കിഷ്ടം സത്യം പറഞ്ഞാൽ നിന്റെ കൂടെ വരുന്നത് തന്നെയാ. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇത്രയും നാള് നിന്നെ ഞാൻ ഏതെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലേ അതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുക. അതൊക്കെ പോട്ടെ. നീ ഇത് നാളെ വിഷുവിന് വന്ന് എനിക്ക് തന്നാൽ മതിയായിരുന്നു. എങ്കിൽ പിന്നെ അതിനെന്താ, നാളെ ഞാൻ വരാം. നാളെ നീ വരുവോ? ശരിക്കും വരുവോ? അത് പിന്നെ ഉറപ്പൊന്നും പറയുന്നില്ല. എപ്പോഴും ഇങ്ങോട്ട് വരുന്നതിന് അമ്മ വിമർശിക്കുന്നുണ്ട്. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഭാര്യ ഭർത്താവ് കാണാൻ വരുന്നതിന് അമ്മായിമ്മ എന്തിനു വിമർശിക്കുന്നത്? അതിന് നീ അമ്മേനെ കുറ്റപ്പെടുത്തണ്ട. അതിന്റെ ഇരട്ടിയായിട്ടല്ലേ ആദർശേട്ടൻ ഇവിടെ വന്ന് ഏടത്തിയെ കാണുമ്പം അമ്മായി അവിടെ നിന്ന് വിമർശിക്കുന്നത്. അത് കണ്ടിട്ടാണല്ലോ ഈ പറയുന്ന എൻ്റെ അമ്മയൊക്കെ പഠിക്കുന്നത്. പിന്നെ അത്രത്തോളം എൻ്റെ അമ്മ പറയാറില്ലല്ലോ. അല്ല അബി, അവരുടെ ഉള്ളിൽ ചിലപ്പം അവരോട് സ്നേഹം കണ്ടാലോ, നയനയോട് സ്നേഹം കണ്ടാലോ അമ്മായിയുടെ ഉള്ളില് മിക്കവാറും നിന്റെ അനിയത്തിനെ ഈ ജന്മം അവര് സ്നേഹിക്കാൻ തോന്നുന്നില്ല. അതൊക്കെ പോട്ടെ. കഴിഞ്ഞ തവണ വന്നപ്പോ നീ ജ്യൂസ് കുടിച്ചിട്ടല്ലേ പോയത്. എങ്കിൽ പിന്നെ ഈ തവണ ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി. മോതിരം തന്നതിന്റെ സ്നേഹമാണോ? ഒരിക്കലും അല്ല. എൻ്റെ ഭർത്താവ് എന്നെ ജീവനായിട്ട് കാണുന്നതിന്റെ സ്നേഹമാണ്. ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ട് നിന്നെ വിളിക്കാം, നീ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ നവ്യ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് കേട്ടോ. അഭി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, എടി ഭയങ്കരി, നീ എന്താ വിചാരിക്കുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുകയാണെന്നോ? എൻ്റെ ഈശ്വര, ഒരുത്തി രക്ഷരസത്തിനെ പോലെ വന്നതുകൊണ്ട് ഈ രാക്ഷസി ഇതുപോലെ വീടിലെടുപ്പുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ശാന്തമാക്കി നിർത്തിയേ പറ്റൂ. നാളെ പിടിക്കപ്പെട്ടാലും ഇവളുടെ സപ്പോർട്ട് വേണമല്ലോ. അതിന് ഇവൾ ഇങ്ങനെ സോപ്പിട്ട് നിൽക്കണം. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയിലിരുന്ന് പോകുന്ന ദേവയാനിയെയും നയനയാണ്. അങ്ങനെ ദേവയാനിയും നയനയും വലിയ സന്തോഷത്തിലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മുടെ ദേവയാനി പറഞ്ഞു, വിഷുക്കോടി എടുത്ത് തന്നിട്ട് ഞാൻ മോളെ ടാക്സിയിൽ വിടാം. അതിനിങ്ങനെ റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ തന്നെ സമയം ഒരുപാടായില്ലേ? ആയിക്കോട്ടെ, എങ്കിലും വിശേഷ ദിവസങ്ങളിൽ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ മേടിച്ചു തരണ്ടേ? ഞാൻ മോളെ സ്നേഹിച്ചു തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന വിഷു അല്ലേ, അത് ഗംഭീരമാക്കണം. ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. മോക്ക് എന്ത് വാങ്ങി തന്നാലും സത്യം പറഞ്ഞാലേ ഇപ്പൊ എനിക്ക് മതിയാവില്ലെന്നേ. അതുപോലെയാ എനിക്ക് മോളോടുള്ള സ്നേഹം, ഒരിഷ്ടം, എന്താണോ ഒരു വാത്സല്യം, അതൊക്കെയാ. അല്ല, ഞാന് ഒരു കാര്യം പറയട്ടെ. അബി ഇന്ന് വന്നല്ലോ, അത്
അത് മാറ്റമാണോ അതോ ഇനിയിപ്പം എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടായിരിക്കുമോ? ആ, അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയായിരിക്കും അവനിങ്ങനെ അടുത്തു കൂടുന്നത്. ആ, അത് ശരിയാ. അത് നമ്മളെക്കാളും നന്നായിട്ട് ചേച്ചിക്കറിയാം. ആ, ഒരുപാട് തവണ അഭി ചേച്ചിനെ പറ്റിച്ചതല്ലേ. ഭാര്യമാര് സ്നേഹിക്കാത്തവരെ അനന്തപുരി തറവാട്ടിലെ കാരണവന്മാരെ അംഗീകരിച്ചിട്ടില്ല ഇതുവരെ. അത് അഭിക്കും ജലജയ്ക്കും ഒക്കെ നന്നായിട്ട് അറിയാം. ആ, അതുകൊണ്ടൊക്കെ ചിലപ്പോൾ സ്നേഹിക്കാൻ തുടങ്ങിയതാണോ എന്നറിയില്ല. പിന്നെ അനിയുടെ ദാമ്പത്യം നല്ല രീതിയിൽ പോകാത്തതിന്റെ ഒരു കാരണക്കാരി അത് അനാമിക തന്നെയാ. അനാമിക തന്നെയാ അതിന്റെ എല്ലാ കാരണവും. കല്യാണം കഴിഞ്ഞവര് ബന്ധം പിരിയുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ മുത്തച്ഛനും മുത്തശ്ശിക്കും ഒന്നും കഴിയില്ല. അതുകൊണ്ടാ മോളോട് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ കുടുംബജീവിതം ഭദ്രമാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അരികിലുള്ളവരുടെ കാര്യത്തിലും ശ്രദ്ധ വെക്കണമെന്ന്. അനിയുടെയും അനാമികയുടെയും ജീവിതം ഭദ്രതയിൽ തന്നെ എത്തിക്കണം. അത് തന്നെയാ എന്റെയും പേടി. ഏതായാലും അവരുടെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. വിഷുവിന്റെ അന്ന് അനാമികയ്ക്ക് ഒരു നല്ല സമ്മാനം കൊടുക്കണം. അവള് അത് പ്രതീക്ഷിക്കുന്നുണ്ടാകും. അല്ല, മോക്ക് സമ്മാനം ഒന്നും വേണ്ടേ? ഹേയ്, എനിക്ക് സമ്മാനം ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ ഒരുപാടായി. ഇനി എന്തിനാ ഒത്തിരി സമ്മാനം? എനിക്ക് സമ്മാനം ഒന്നും വേണ്ട. ഇപ്പൊ നമുക്ക് അനാമികയെ സന്തോഷിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് പോവാ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂർത്തിനെയും അതുപോലെ വസുന്ധരയാ. അങ്ങനെ വസുന്ധര പറയാ, ഇപ്പം അബിയെ പോയി നവ്യേനെ കാണുന്നുണ്ട്. അവന് ഒരുപാട് മാറ്റം സംഭവിക്കുന്നുണ്ട് കേട്ടോ. എന്നെ അവന് പേടിയാ. അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ ഉപദേശം കേട്ടിട്ട് സ്വന്തം ഭാര്യനെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ? അവനൊരു പഠിച്ച കള്ളനാ. ജലജയുടെ മകനല്ലേ. അതാ എന്റെയും പേടി. ഇനി ഒരു കുഞ്ഞൊക്കെ ജനിക്കാൻ പോവാ. ആദ്യമായിട്ട് നമ്മുടെ കൊച്ചുമക്കളിൽ അച്ഛനാകാൻ പോകുന്നത് ആരാ? അഭിയാണല്ലോ. ആ ബോധം അവനുണ്ടായില്ലെങ്കിൽ നവ്യമോളുടെയും കുഞ്ഞിന്റെയും കാര്യം ഓർത്തിട്ടാ കഷ്ടം തോന്നുന്നത്. ആ ഒരു ബോധം അവനുണ്ടായാൽ മതിയായിരുന്നു. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ദേവയാനി കയറി വരികയാണ് കേട്ടോ. അപ്പൊ ദേവയാനി കയറി വരുന്നതും മുത്തച്ഛനും മുത്തശ്ശിയും ഹോളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ മുത്തച്ഛനും മുത്തശ്ശിയും ദേവയാനിയെ കണ്ട ഉടനെ തന്നെ വലിയ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ദേവയാനി നല്ല സന്തോഷത്തോടു കൂടിയാണല്ലോ കയറി വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ദേവയാനിയുടെ മുഖത്ത് ഇപ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യവും സന്തോഷമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ വസുന്ധര പറഞ്ഞു, ആ, എത്തിയില്ലോ മൂത്ത മരുമോള്, എവിടെയായിരുന്നു ഇതുവരെ? അപ്പം മുത്തശ്ശൻ പറഞ്ഞു, അത് കയ്യിലെ കവറ് കണ്ട അറിയില്ലേ, വിഷു ആയിട്ട് വാങ്ങേണ്ടതൊക്കെ മേടിച്ചോ? മേടിച്ചെന്നേ, ഞാന് മേടിക്കാൻ പോയതാ. ദേ, ഇത് അച്ഛന്, ഇത് അമ്മയ്ക്ക്. ഇനി ഓരോരുത്തർക്കായി മേടിച്ചു കൊടുക്കണം. അല്ല, ഞങ്ങൾക്ക് ഡ്രസ്സുകൾ ഒരുപാടുണ്ടല്ലോ, പിന്നെ എന്തിനാ ഒരുപാട് ഡ്രസ്സുകളൊക്കെ മേടിച്ചു കൂട്ടുന്നത്? ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? സന്തോഷിച്ചോ, അതിന് പ്രശ്നമൊന്നുമില്ല. നീ നിന്റെ മരുമകൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്തായിരുന്നോ? അത് അത് പിന്നെ അവക്ക് അവക്ക് അതെന്താ അത് ചോദിച്ചപ്പോ നീ വിക്കി വിക്കി നിൽക്കുന്നത്? മറുപടി പറയാനൊരു പ്രയാസം നിനക്ക്? ആ, ഞങ്ങൾ ഏതാണ്ട് കൊഴിഞ്ഞു വീഴാറായവരാ. അതുപോലെയല്ല നിന്റെ മരുമകള്, ചെറുപ്പമാ. അത് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനും കമ്പനിക്കും ഒക്കെ ഐശ്വര്യമായിട്ടല്ലേ നയനമോള് കയറി വന്നത്. നയനമോള് വന്നത് കൊണ്ടല്ലേ ഇത്ര ഉയർച്ച ഉണ്ടായത്. അങ്ങനെയുള്ള മരുമകളെ നീ തള്ളിക്കളയരുത്. പിന്നെ ആദർശം അവർക്ക് ഇഷ്ടം പോലെ മേടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ മോളുടെ കയ്യിൽ മേടിക്കാനും പൈസയുണ്ട്. പക്ഷെ അമ്മ മേടിച്ചു കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഇതാ മരുമക്കൾക്ക് ഉണ്ടാകുന്നത്. അത് നീ ചെയ്യാൻ നോക്ക്. ആ, അതൊക്കെ ശരിയാണ്. അച്ഛൻ പറഞ്ഞത് സത്യമാണ്. അവർക്ക് സ്വന്തമായിട്ട് മേടിക്കാനുള്ള ശേഷിയുണ്ടല്ലോ. അതോടൊപ്പം ആദർശ് മേടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അതും അച്ഛനും അമ്മയും തന്നെയല്ലേ പറയുന്നത്. ആദർശ് മാത്രമല്ല, അവന്റെ അച്ഛനും ഇളയച്ഛനും എന്തെങ്കിലുമൊക്കെ മേടിച്ചു കഴിഞ്ഞാലേ അവളെ ഒഴിവാക്കാറില്ലല്ലോ. എല്ലാം മേടിച്ചു കൊടുക്കാറുണ്ടല്ലോ. അപ്പൊ പിന്നെ ഞാൻ കൂടി എന്തിനാ പൈസ കളയുന്നത്? അങ്ങനെ പൈസ ദൂർത്തടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ മുത്തശ്ശി പറഞ്ഞു, ആയിക്കോട്ടെ. അല്ല, നീ നയനമോൾക്ക് വിഷു കൈനീട്ടം കൊടുക്കാൻ പോകുന്നുണ്ടോ? അല്ല, ഞാൻ എന്തിനാ പോകുന്നത്? വിഷുവായിട്ട് അവൾക്ക് ഇവിടെ വന്ന് നിന്നൂടായിരുന്നു? അവൾ എന്തിനാ ഓടി പെട്ടെന്ന് അവളുടെ വീട്ടിലേക്ക് പോയത്? അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തച്ഛൻ പറഞ്ഞു, ഓരോന്നിനും മറുപടി ഉണ്ട്, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത മറുപടി. നീ നയനമോൾക്ക് എന്ത് സമ്മാനം കൊടുത്താലും അത് അതിൻ്റെതായ ഒരു മഹത്വം കാണും. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി മനസ്സിൽ വിചാരിക്കുക, അതെനിക്കറിയാം, അതുകൊണ്ട് ഞാനവർക്ക് വേണ്ടതെല്ലാം മേടിച്ചു കൊടുത്തു എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പൊ ഇതിനിടയ്ക്ക് പെട്ടെന്ന് നമ്മുടെ ദേവയാനി, അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? എനിക്ക് കരള് ദാനം തന്നെ ഒരു പെൺകുട്ടിയുണ്ട്, എല്ലാവരും അതിനെ മറന്നുപോയോ? അവളിപ്പോഴും അന്യനാട്ടിലാണെന്ന് ആദർശ് പറഞ്ഞത്. ഹാ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ വിഷുവിനെ അവൾക്കല്ലേ ഞാൻ വില കൊടുപ്പുള്ള സമ്മാനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കേണ്ടത്, അല്ലാതെ നയനയ്ക്കാണോ? ആ കുട്ടി ഒന്ന് കാണാൻ ആരും എന്നെ അനുവദിച്ചില്ല, ഇതുവരെ കണ്ടിട്ടുമില്ല. ആ കുട്ടിയുടെ ഫോട്ടോ കൂടി ആരും എന്നെ കാണിച്ചിട്ടില്ല. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, ശരി ശരി, ഇനിയിപ്പൊ അതിനെപ്പറ്റി ആരും ഒന്നും സംസാരിക്കണ്ട. ആ, എനിക്കറിയാം, അതിനെപ്പറ്റി ചോദിക്കുമ്പോ എല്ലാവരും ഉരുണ്ട് കളിക്കും, പെട്ടെന്ന് അങ്ങ് സംസാരവും നിർത്തും, എന്നിട്ട് അഹങ്കാരിയായി എന്റെ മരുമകൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യും. അതിനൊരു കുഴപ്പമില്ല ഇവിടെ ഉള്ളവർക്ക്.
എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പൊ മുത്തശ്ശനും അവിടെ ഇരിക്കുകയാണല്ലോ. പിന്നെ നമ്മുടെ ദേവയാനിയുടെ മാറ്റം ഇവരാരും അറിഞ്ഞിട്ടുമില്ലല്ലോ. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു, പറഞ്ഞത് കേട്ടില്ലേ, അഹങ്കാരിയായ മരുമകള്, അവക്ക് എന്തെങ്കിലും മനസ്സിലാകും ആരാണ് അഹങ്കാരി എന്നും ആരാണ് കരള് കൊടുത്തതെന്നും ഒക്കെ. സാരമില്ല, ഇപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നുണ്ടല്ലോ, അത് വലിയ നേട്ടം തന്നെയാ. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, ദേവയാനിയോട് സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒരു ഇതുണ്ട്, അതങ്ങ് പറഞ്ഞാലോ? അയ്യോ വേണ്ട, ഇനിയിപ്പൊ അത് പറഞ്ഞിട്ട് വീട്ടിനകത്തൊരു വഴക്കുണ്ടാക്കാത്ത നല്ലതെന്ന് മുത്തശ്ശനും പറഞ്ഞു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കനകേനെ നവ്യേനെയാണ്. അങ്ങനെ നവ്യയോട് കനക പറയാ, ഇപ്പോഴാ എന്റെ മക്കളുടെ ജീവിതത്തിൽ സത്യം പറഞ്ഞ സന്തോഷം വന്നതും ഒരു അടുക്കും ചിട്ടയൊക്കെ ആയതും. സന്തോഷമായി. അല്ല മോളെ, അഭിയുടെ മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നതാണോ, അതോ അവന്റെ സ്വഭാവം മാറുമോ? അധികം വിശ്വസിക്കേണ്ടെന്നമ്മേ ഞാൻ പറയുന്നത്. അതൊന്നും പറയാൻ പറ്റില്ല. അവനെ നിറം മാറുന്ന ടൈപ്പാ, അവനേക്കാളും നിറം മാറുന്ന ടൈപ്പാ അവന്റെ അമ്മ. അങ്ങനെയുള്ളപ്പോ കൂടുതൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ കരയുന്ന എനിക്ക് തോന്നുന്നത്. അതെന്റെ അനുഭവമാണല്ലോ. എങ്കിലും അവന്റെ ഇപ്പോഴത്തെ ഈ മാറ്റത്തില് നേരിയൊരു ആശ്വാസമുണ്ട്. തൽക്കാലമാണോന്നറിയില്ല. അല്ല മോളെ, എങ്കിലും എല്ലാവരുടെയും ഉപദേശം കേട്ട് കേട്ടു മാനസാന്തരപ്പെട്ടോന്നറിയില്ലല്ലോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നയന വന്നിട്ട് ചോദിച്ചു, അതെ അഭി പോയായിരുന്നോ? അഭി പോയി. വിഷുവിനുള്ള ഡ്രസ്സുകളെല്ലാം ദേ അമ്മ മേടിച്ചു തന്നിട്ടുണ്ട്. രണ്ടാളും കൂടെ കറങ്ങി നടക്കുമ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ടേ പരിചയക്കാരില്ലാത്ത കടയിലാണ് ഞങ്ങൾ പോയത്, ഇത്തിരി ദൂരെ. ആഹാ, അപ്പൊ ഇവിടുത്തെ എല്ലാ വലിയ ടെക്സ്റ്റൈൽസും മൂർത്തീസ് ജ്വല്ലറിയോട് ചേർന്നല്ലേ മോളെ കിടക്കുന്നത്? അത് സ്വർണം വാങ്ങാൻ വരുന്നവര് തുണിക്കടയിൽ കയറണം എന്നുള്ള ഉദ്ദേശത്തിലാ മിക്കവരും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ല, നീ വന്നേ, കാണിച്ച സാരിയൊക്കെ നോക്കട്ടെ. അപ്പൊ നയന് പറഞ്ഞു, നോക്കാനൊന്നുമില്ല, എല്ലാം ഒന്നിനൊന്നിനും മെച്ചം. എല്ലാം മേടിച്ചതിന് ശേഷം ബില്ല് കണ്ടപ്പോ എന്റെ കണ്ണ് തള്ളിപ്പോയി. ഞാൻ ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്റെ അമ്മായിയമ്മ സമ്മതിക്കണ്ടേ? നീ നിന്റെ അമ്മായിയമ്മയുടെ ജീവനല്ലേടി നിലനിർത്തിയത്, അതിനപ്പുറം മനുഷ്യർക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല മോളെ, അവർക്ക് ഇതൊക്കെ വെറും നിസ്സാരാണ്. നോക്കട്ടെ, കാണിച്ചേ എന്ന് പറഞ്ഞ് നമ്മുടെ നവ്യ പിടിച്ചു നോക്കാണ് കേട്ടോ. എന്നാലും ഒരു സെറ്റ് സാരി എടുത്തിട്ട് പറഞ്ഞു, ഇത് അമ്മയ്ക്ക് മേടിച്ചു തന്നതാ, ഇത് നവ്യച്ചിക്ക്, ഇത് മേടിച്ചത് നന്ദൂന എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഓരോരുത്തരുടെ ഇങ്ങനെ ഓരോ ജോഡികളും ഇങ്ങനെ എടുത്തു കൊടുക്കാണ് കേട്ടോ നമ്മുടെ നയന. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദൂനെയാണ്. അപ്പൊ നന്ദുവിന്റെ ഫോൺ ഇങ്ങനെ ബെല്ലടിക്കുകയാണ് കേട്ടോ. നമ്മുടെ അനിയാ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്ദു എടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുക. കാരണം എല്ലാവരും ഉപദേശിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ദേവയാനി വന്ന് ഉപദേശിച്ച കാര്യങ്ങളാ ആ സമയത്ത് നമ്മുടെ നന്ദു ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ അനി വിളിച്ച ആ ഒരു ഫോണ് എടുക്കാതിരിക്കുകയാണ്. ഈ സമയത്ത് അനിയാണെങ്കിൽ കോൾ എടുക്കാത്തത് കൊണ്ട് വല്ലാത്ത ടെൻഷനിലാണ് കേട്ടോ. എന്നാൽ തിരിച്ചു വിളിച്ചോന്ന് നോക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം തിരിച്ചു വിളിക്കുന്ന നോക്കിയിരുന്നിട്ട് വിളിച്ചുമില്ല. അങ്ങനെ നമ്മുടെ അനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് അനി നേരെ കൂട്ടുകാരന്മാരുടെ അടുത്തേക്ക് പോവുകയാണ്. രാത്രി തന്നെ കൂട്ടുകാരന്മാരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴത്തേക്കും അനി വന്ന ഉടനെ കൂട്ടുകാരന്മാര് ചോദിച്ചു, അല്ല നന്ദു ഉടനെ വരുവോ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നിങ്ങൾ വിളിച്ചില്ലേ നന്ദുവിനെ? ഞാനോ? അല്ല ഞങ്ങൾ വിളിച്ചിട്ട് നന്ദു വരുമെന്ന് തോന്നില്ല. നീ വിളിച്ചാലല്ലേ വരത്തുള്ളൂ. അത് പിന്നെ ഞാൻ വിളിച്ചിട്ട് എടുത്തില്ലടാ. നിങ്ങളൊന്ന് വിളിക്കാമല്ലായിരുന്നോ? അത് പിന്നെ അല്ല, അവള് വരാന്ന് നിനക്ക് വാക്ക് തന്നതല്ലായിരുന്നോ? ഉറപ്പൊന്നും പറഞ്ഞില്ല, പരമാവധി നോക്കാന്നാ പറഞ്ഞത്. നീ അത്ര ഉറപ്പ് പറഞ്ഞതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിളിക്കാൻ പോയില്ല. നീ എങ്കിൽ പിന്നെ നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്. ഞങ്ങൾ വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് കൂട്ടുകാരുടെ ഫോണിൽ നിന്ന് അനി വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കൂട്ടുകാരന്മാര് ചോദിക്കുക, എന്താ നന്ദു നീ വരാത്തതെന്ന്. അപ്പോഴത്തേക്ക് നന്ദു പറഞ്ഞു, അത് പിന്നെ ഞാൻ വരാത്തത്, അല്ല ദേ അനി ഇവിടെ വന്നിരിക്കുക. ആണോ? ഏതായാലും ഞാൻ ഇന്ന് വരുന്നില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല, ഞാൻ ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞ് ഫോണും അങ്ങ് കട്ട് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്കും അനിയോട് ഇങ്ങനെ കൂട്ടുകാരന്മാര് പറഞ്ഞു, അവൾ ഇന്ന് വരുന്നില്ലെന്നാ പറഞ്ഞത്. എന്ത് ചെയ്യാനാ, അവക്ക് തീരെ താല്പര്യമില്ല. അവൾ അങ്ങനെ പറ്റിക്കുന്നതും അല്ല, വരുന്നു പറഞ്ഞാൽ വരുന്നതാണല്ലോ. ഇനിയിപ്പോ വീട്ടിൽ നിന്ന് നല്ല ഉപദേശം കിട്ടി കാണും, അതായിരിക്കും. അത് പിന്നെ ഇന്ന് അവളെ ഇവിടെ വരുത്തിയേ പറ്റൂ. ഇന്ന് അവളെ വന്നില്ലെങ്കിൽ എനിക്ക് അവളെ കാണാൻ പറ്റില്ല. അല്ല, നാളെ നീ വിഷു ആയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് ഒരു സമ്മാനം കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഒന്നിച്ചു പോകാം. ഇനിയിപ്പോ ഒന്നിച്ചു പോകണ്ട. ഒന്നിച്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാലേ ചിലപ്പോ അവളുടെ അമ്മ കൂട്ടുകാരൊന്നും നോക്കുവല്ല, വായിലിരിക്കുന്ന മുഴുവൻ പറയും. അത് മാത്രമല്ല, വഴി തെറ്റിക്കാനാണെന്നും ഞങ്ങളോട് പറയും. എടാ, അതിന് നിങ്ങൾക്ക് കഴിയോടാ അവളെ വഴി തെറ്റിക്കാനൊക്കെ? അതൊക്കെ വെറുതെ നിങ്ങളുടെ തോന്നല. നമുക്ക് നാളെ ഒരുമിച്ച് പോകാം. വേണ്ട, ഞങ്ങൾക്ക് പേടിയാ. നീയും നന്ദുവും തമ്മിലുള്ള ആ ഒരു അടുപ്പ് അവരൊക്കെ ഭയപ്പെട്ടോണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അത് ശരിയാവില്ല. പിന്നെ കുറച്ച് ഭയപ്പെടുന്നത് നല്ലതാ. നിന്റെ നയനേച്ചിയോടൊക്കെ നിങ്ങൾ കല്യാണത്തിന് മുമ്പ് നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ? എന്നിട്ട് അവരെന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല. ഇനിയിപ്പൊ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ നീയും നിന്റെ ഭാര്യയും തമ്മിൽ ഒരടുപ്പവും ഇല്ല. അവള് നിന്നെ ഭർത്താവായിട്ട് അംഗീകരിക്കുന്നുമില്ല. തിരിച്ചും നീ അങ്ങനെ തന്നെ. ആ സമയത്ത്
അനാമികയും നീയും തമ്മിലുള്ള അകലം കൂടുന്തോറും നന്ദുമായിട്ട് അടുക്കുന്നത് തന്നെയാണ് നല്ലത്. സ്നേഹിച്ച പെണ്ണിനെ കെട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ ഒരു ജീവിതമാണോടാ? സ്നേഹിച്ച പെണ്ണിനെ കെട്ടണം. അത് പിന്നെ എടാ നിങ്ങള് എനിക്കൊപ്പം നിൽക്കുവോടാ? എനിക്ക് നന്ദുവിനെ കിട്ടുവോ? ഏതായാലും അവളെ എനിക്കിന്ന് വരുത്തണം ഇവിടെ. എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല. അവൾ ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അനി അവന്മാരോട് പറയാണ് കേട്ടോ. അപ്പൊ അനി എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ കുറിച്ചിട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ നയനയെ കാണിക്കുന്നത്. നയനയെ ദേവയാനി വിളിക്കുകയാണ്. ഫോൺ എടുത്തിട്ട് അമ്മേ എന്താ അമ്മേന്ന് ചോദിച്ചപ്പം അത് പിന്നെ വിഷുക്കണി ഒരുക്കിയോ? ആ, അത് വിഷുക്കണി ഒരുക്കിയില്ല, അതിനുള്ള തയ്യാറെടുപ്പില്ല. അതെ, നാളെ രാവിലെ ഞാൻ വരാട്ടോ വിഷു കൈനീട്ടം തരാനേ. ആ, നാളെ രാവിലെ തന്നെ അമ്മ ഇങ്ങ് പോന്നോ? അല്ല, അമ്മ എപ്പോഴാ ഇങ്ങോട്ടേക്ക് വരുന്നത് രാവിലെ? അത് രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ അങ്ങ് എത്തും. അല്ല, അമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കഴിച്ചില്ല, കഴിക്കണം. സത്യം പറഞ്ഞാൽ മോളില്ലാത്തോണ്ട് കഴിക്കാൻ തോന്നുന്നില്ല. ഇവിടെ വിഷുക്കണി ഒരുക്കാനുള്ള തയ്യാറെടുപ്പില എല്ലാവരും കൂടി ചേർന്ന്. സത്യം പറഞ്ഞാല് മോളിവിടെ ഇല്ലാത്തതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. ആകെ മൊത്തത്തിൽ ഒരു മൂഡ് ഔട്ട്. അത് പിന്നെ നന്ദു ക്യാമ്പിൽ പോലെ, അതാ ഞാനിവിടെ നിൽക്കാൻ തീരുമാനിച്ചത്. കുഴപ്പമില്ല. അല്ല മോളെ, ആദർശ് വിളിച്ചായിരുന്നോ? അത് പിന്നെ എന്താണെന്നറിയില്ല, ഇതുവരെ വിളിച്ചില്ല. ഏതായാലും അങ്ങോട്ടേക്കൊന്ന് വിളിച്ചു നോക്കണം. എന്നാ പിന്നെ ശരി മോളെ, വെച്ചോ. ഹാപ്പി വിഷു അഡ്വാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ നയന ആദർശനെ വിളിക്കുകയാണ്. സോറി, ആദർശനെ വിളിക്കുകയല്ല, നമ്മുടെ നയന വീണ്ടും വിഷുക്കണിയൊക്കെ ഒരുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ വിഷുക്കണി ഒരുക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ നന്ദുവും നവ്യയും നയനിയും കനകയും ഒക്കെ ചേർന്ന് സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനെ വിഷുക്കണി ഒരുക്കാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നന്ദു അങ്ങ് മാറിപ്പോയി. നന്ദുവിന് വല്ലാത്തൊരു ടെൻഷനാണ് കേട്ടോ. അപ്പോഴും നന്ദുവിന് അനിയെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് വല്ലാത്തൊരു ടെൻഷനിൽ തന്നെ നിൽക്കുകയാണ്. വീണ്ടും കാണിക്കുന്ന അനിയാണ്. അപ്പൊ അനി കൂട്ടുകാരന്മാരോട് പറയുന്നുണ്ട്, ഇനിയിപ്പം അവള് വരാതിരിക്കുവോ? അവള് വരാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. എനിക്ക് അവളെ കാണുക തന്നെ വേണം. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. അതെ, എനിക്ക് കുറച്ച് മദ്യപിക്കണം. ഞാൻ പഴയതുപോലെ ഒന്ന് മദ്യപിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും കൂട്ടുകാരന്മാർ പറയുന്നുണ്ട്, വെറുതെ കുളവാക്കി ചളവാക്കല്ലോട്ടോടാ. മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തം ബോറായി പോകും. അതൊന്നും എനിക്ക് അറിയണ്ട. എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. അവള് ഇനി നാളെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവളെ എനിക്ക് കാണാൻ കൂടി പറ്റത്തില്ല. ആ സ്ഥിതിക്ക് എനിക്ക് അവളെ കണ്ടേ പറ്റൂ. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. എടാ, നേരെ ഒന്ന് വെളുത്തോട്ടേടാ, അത് കഴിയുമ്പോൾ നമുക്ക് അവളെ കാണാമല്ലോ. അതൊന്നും പറ്റില്ല. എനിക്ക് ഇപ്പൊ തന്നെ അവളെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശാഠ്യം പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.